യാത്രാ സൗകര്യം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ കാലങ്ങളായി യാത്രയ്ക്കായി ഒരു കടത്തുവെള്ളം മാത്രമുള്ള പ്രദേശമുണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ. വെള്ളാർ, വാഴമുട്ടം, പനത്തുറ പ്രദേശവാസികളുടെ ദുരിതത്തിലേക്കാണ് പൊതുജന കഴുതയിൽ എസ് കടക്കുന്നത്. ഏക ആശ്രയമായ കടത്തുവള്ളവും ഇപ്പോൾ സർവീസ് നടത്താതായതോടെ കിലോമീറ്റർ യാത്ര ചെയ്താണ് നാട്ടുകാർ നഗരത്തിലേക്ക് എത്തുന്നത്. പനത്തുറ, വാഴമുട്ടം സ്വദേശികൾക്കായുള്ള ആകെയുള്ള യാത്രാ സൗകര്യമാണിത്. ഈ വള്ളം കൂടി നിലച്ചതോടെ ഇവിടുത്തുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. കടത്തിനു പകരം പാലം വരുമെന്ന ഈ പ്രദേശവാസികളുടെ സ്വപ്നത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. വെള്ളാർ, വാഴമുട്ടം, ചെന്തിലാക്കരി, പനത്തുറ പ്രദേശങ്ങളിലുള്ളവർ കാലാകാലങ്ങളായി യാത്ര ചെയ്യുന്നത് ഈ ഒരൊറ്റ കടത്തുവള്ളത്തിലാണ്. രണ്ട് കരകളിലായി 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നു. പലരും വിദ്യാർത്ഥികളും വിവിധ ജോലികളുള്ളവരും ദിവസവരുമാനത്തിൽ ജീവിക്കുന്നവരുമാണ്. അവർക്കെല്ലാം ആശ്രയം ഒരു കടത്തുതോണിയും തോണിക്കാരനും. എന്നാൽ ഇന്ന് പ്രദേശത്തുള്ളവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. കരാർ 2007 മുതൽ ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കടത്തായിരുന്നു. അത് 2007 മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോർപ്പറേഷന് വിട്ടുകൊടുത്ത് ആ 2007 മുതൽ ഞാൻ കരാർ അടിസ്ഥാനത്തിൽ ഓരോ വർഷം കരാർ പുതുക്കി പോകുന്നതാണ്. പുതുക്കി ഇവിടെ വള്ളം നടത്തി വരികയാണ്. ഇത് നിരന്തരം ഇവിടെ കൂടെ കയറഴിച്ച് വിടുകയും പൂട്ട് തല്ലി പൊട്ടിച്ച് ഈ വള്ളം അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥലം മാറി വിടുകയൊക്കെ ചെയ്യും. ഉണ്ടായിരുന്ന വള്ളവും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഇതോടെ കിലോമീറ്റർ സഞ്ചരിച്ചു വേണം നഗരത്തിലേക്ക് എത്താൻ. ഇപ്പോൾ പള്ളിയിൽ പോകുള്ള വണ്ടിക്കാരും എല്ലാം യാത്രക്കാരും എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ മക്കൾക്ക് പിന്നെ എല്ലാവരും വന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തീരുമാനം ഒന്നും ഉണ്ടാക്കണം. കോർപ്പറേഷൻ നഗരസഭയായിരുന്നാലും പിന്നെ കമ്മിറ്റൻ്റെ ആയിരുന്നാലും എല്ലാവരും ഇതിൻ്റെ തീരുമാനം ഒന്നും ഉണ്ടാക്കണം. വെള്ളം ഇറക്കണം. വാഴമുട്ടം ഗവൺമെന്റ് HSSലെ വിദ്യാർത്ഥികളടക്കം ഇതോടെ ദുരിതത്തിലാകുന്നു. സ്വന്തമായി വാഹനങ്ങളില്ലാത്തവരും പുറം ലോകം കാണാൻ പാടുപെടുന്നു. സ്കൂളിൽ വള്ളത്തിലാണ് പോണത്. വള്ളം ആരെ അടിച്ച് പൊടിച്ചിട്ടേക്കണേ. അതുകൊണ്ട് നമ്മൾ ആട്ടയ്ക്ക് പൈസയും കൊടുത്താണ് പോണത്. അതുകൊണ്ട് വള്ളം ശരിയാക്കി തരുമോ? ഇപ്പോൾ ഇവിടെ അക്കരക്കരയിൽ ഒരു എങ്ങനെയൊക്കെ ഒരു 10-40 വീട്ടിലുള്ള മേളിലുണ്ട്. അവിടെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോകാനും പറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 കിലോമീറ്റർ ചുറ്റിയാണ് പോകാൻ അക്കരക്കരയിൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലും ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാലും പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ മാത്രമേ ബസ് സർവീസ് ഉള്ളൂ. മെയിൻ റോഡിൽ അങ്ങോട്ട് ഉള്ളിലോട്ടില്ല ബസ് സർവീസ്. പിന്നെ നടന്നു പോയി ഇനി അവിടെ നിന്ന് അടുത്ത ബൈ റോഡ്, വാഴമുട്ട ബൈ റോഡില്ലേ, ഹൈവേ കയറിയിട്ട് ബൈ റോഡ് കയറണം. ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നവർ ഇതാണ് നോക്കുന്നുള്ളത്. വെള്ളമാണ്. ഇവിടെ സ്കൂൾ കുട്ടികൾ രാവിലെ 6 മണിക്കൂടെ ജോലിക്ക് പോകും. 6 മണി വരെ. 6 മണി കഴിഞ്ഞ് ഇനി ഒരു ആശുപത്രി വിഷയം വന്നാലും അവിടെ ഒരു വണ്ടി ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. ആംബുലൻസ് പെട്ടെന്ന് വരത്തില്ല. കടത്തിനു പകരം പാലം വരുമെന്ന സ്വപ്നത്തിന് 4 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1985-ലാണ് പാലത്തിനായുള്ള തറക്കല്ലിടുന്നത്. പക്ഷേ ഒന്നും പ്രാബല്യത്തിലായില്ല. പ്രദേശവാസികൾ ഇപ്പോഴും താണ്ടുന്നത് നിരാശയുടെ ദൂരങ്ങളാണ്. സുഗമമായ യാത്രയ്ക്കായി സൗകര്യങ്ങൾ ഉണ്ടാകണം. പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണം. തൽക്കാലത്തേക്കെങ്കിലും ഈ വള്ളത്തിന്റെ തകരാർ പരിഹരിച്ചു കിട്ടണം. ആവശ്യങ്ങൾ പറഞ്ഞ് ഈ ജനത മടുത്തതാണ്. ക്യാമറമാൻ സന്തോഷ് ചേകരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.